വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. 8th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്ററായ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ക്വാഡ്രിലാറ്ററലാണ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ പെക്യുലാരിറ്റീസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ട്രപ്പീസിയം എന്നാൽ 4 സൈഡ്സും 4 ആംഗിൾസും ഉണ്ടായിരിക്കും. ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ അതിനോടൊപ്പം തന്നെ നോൺ പാരലൽ സൈഡ്സിൽ വരുന്ന ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇതിൽ തന്നെ ഐസോസെലസ് ട്രപ്പീസിയം നമുക്ക് പറയാം. ഒരു ട്രപ്പീസിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഫോളോ ചെയ്യും. അതിനോടൊപ്പം നോൺ പാരലൽ സൈഡ്സ് ഈക്വലായിട്ട് വരും. 2 ഡയഗണൽസ് 2 ട്രപ്പീസിയത്തിലും ഉണ്ടായിരിക്കും. ഐസോസെലസ് ട്രപ്പീസിയത്തിലും ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. ദെൻ ആംഗിൾസ് ഓൺ ഈച്ച് ഓഫ് പാരലൽ സൈഡ്സ് ഈക്വൽ ആണ്. പാരലൽ സൈഡ്സിന് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരാം. ദെൻ നോൺ പാരലൽ സൈഡ്സിൽ വരുന്ന ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഒരു ട്രപ്പീസിയത്തിലും അതേപോലെ ഐസോസെലസ് ട്രപ്പീസിയത്തിലും വരുന്ന സ്പെഷ്യാലിറ്റീസ്. ദെൻ ട്രപ്പീസിയത്തിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, draw an isosceles trapezium with parallel sides 6 cm and 4 cm and non-parallel side 3 cm. അതായത് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് ഒരു ഐസോസെലസ് ട്രപ്പീസിയമാണ്. നമ്മൾ പറഞ്ഞു ഒരു ട്രപ്പീസിയത്തിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നോൺ പാരലൽ സൈഡ്സ് ഈക്വലായിട്ട് വരുന്നതാണ് ഒരു ഐസോസെലസ് ട്രപ്പീസിയം എന്നുള്ളത്. ഇവിടെ പാരലൽ സൈഡ്സ് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ട്രപ്പീസിയത്തിലുള്ള ഈ 2 സൈഡ്സ് പാരലലാണ് എങ്കിൽ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ നോൺ പാരലൽ സൈഡ്സ് 3 സെൻറ്റിമീറ്ററാണ്. അതായത് ഈ സൈഡ് 3 സെൻറ്റിമീറ്ററാണ് എന്നാണ് തന്നിരിക്കുന്നത്. ഇത് ഒരു ഐസോസെലസ് ട്രപ്പീസിയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നോൺ പാരലൽ സൈഡ്സ് എങ്കിൽ ഈ 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ഐസോസെലസ് ട്രപ്പീസിയത്തിൽ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഐസോസെലസ് ട്രപ്പീസിയം ആണ്. അപ്പോൾ ഐസോസെലസ് ട്രപ്പീസിയം കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസെലസ് ട്രപ്പീസിയം ആയിരിക്കും. അതിനായിട്ട് ഈ ഐസോസെലസ് ട്രപ്പീസിയത്തിനെ നമുക്ക് ഒരു ഐസോസെലസ് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാം. ഇവിടെ ഈ സൈഡിലൂടെ നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ തന്നെ ആക്കിയെടുത്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൽ 2 സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ആണല്ലോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നോക്കിയേ. ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സ് 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇതിന് പാരലലായിട്ട് വരുന്നത് കൊണ്ട് ഇത് ഒരു പാരലലോഗ്രാമിൻ്റെ സൈഡ്സ് ആണ് എന്ന് പറയാം. ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്ത്. ഈ 6 സെൻറ്റിമീറ്ററിനെ 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമായി കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററുമായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താ? 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 2 സൈഡ്സ് പാരലലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, ഇതൊരു പാരലലോഗ്രാം ആണ് എന്ന് കിട്ടി. ഐസോസെലസ് ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസെലസ് ട്രപ്പീസിയമാണ്. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ആദ്യം 6 സെൻറ്റിമീറ്ററിന് ലൈൻ വരയ്ക്കാം. ദെൻ 6 സെൻറ്റിമീറ്ററിനെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്നുള്ള 2 ലൈൻസ് ആയിട്ട് കട്ട് ചെയ്യാം. ദെൻ 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് തന്നെ 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ദെൻ നമുക്ക് കിട്ടിയത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതിനുശേഷം ഇവിടെ വെച്ചുകൊണ്ട് 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്കും ഇവിടെ വെച്ചുകൊണ്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്കും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐസോസെലസ് ട്രപ്പീസിയം ഈസി ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ആദ്യം 6 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കാം.
6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ഈ 6 സെൻറ്റിമീറ്ററിനെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യണം. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററും ദെൻ ബാക്കി വരുന്ന 4 സെൻറ്റിമീറ്ററുമായിട്ട് കട്ട് ചെയ്തു. ദെൻ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തു. ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നമുക്കിനി വരയ്ക്കേണ്ടത് 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്കാണ്. അതിനായിട്ട് കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുക്കാം. ത്രീ സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് എടുക്കുന്നു. ദെൻ ആർക്ക് വരയ്ക്കാം. ഇനി നമ്മൾ പറഞ്ഞു 3 സെൻറ്റിമീറ്റർ തന്നെയാണ് 2 സെൻറ്റിമീറ്ററിൻ്റെ എൻഡിൽ വെച്ചിട്ട് എടുക്കുന്നത്. സോ ഇവിടെ വെച്ചുകൊണ്ട് 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസ്റ്റസ് ട്രയാങ്കിളാണ്. ഓക്കെ, അതിനുശേഷം 4 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് വേണ്ടത്. അതിനായിട്ട് 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുകയാണ്. ഫോർ സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ദെൻ 3 സെൻറ്റിമീറ്റർ ആണ് പാരലലോഗ്രാമിൻ്റെ 4th സൈഡ്. 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ദെൻ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് ഈ 2 സൈഡ്സ് പാരലാണ് എന്നുള്ളതാണ്. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 4 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ ഈ സൈഡിനെ 4 സെൻറ്റിമീറ്റർ എഴുതാം. ദെൻ ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും നമ്മൾ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുത്തത്. ഇതും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ഐസോസ്റ്റസ് ട്രപ്പീസിയം വരയ്ക്കണം, പാരലൽ സൈഡ്സ് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ് എന്നാണ്. അതിനർത്ഥം ഈ സൈഡിന് പാരലാക്കി എടുത്തുകൊണ്ടാണ് ഇവിടെ വരച്ചത്. 6 സെൻറ്റിമീറ്ററും ഇവിടെ വരുന്നത് 4 സെൻറ്റിമീറ്ററും. സോ 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ കറക്റ്റായി. ദെൻ നോൺ പാരലൽ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. പാരലൽ അല്ലാത്ത 2 സൈഡ്സ് 3 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്റർ, അതായത് ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്, ഈ സൈഡും 3 സെൻറ്റിമീറ്റർ ആണ് എന്ന് കിട്ടി. ഓക്കെ, അതായത് ഒരു ഐസോസ്റ്റസ് ട്രപ്പീസിയം കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഐസോസ്റ്റസ് ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഫിഗർ വരച്ചാൽ മതി. ഇനി നമുക്കിവിടെ ഈ ലൈൻ ആവശ്യമില്ല, നമ്മൾ ഐസോസ്റ്റസ് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് നമ്മളിവിടെ വരച്ചത്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഈ ലൈൻ വേണമെങ്കിൽ റബ്ബ് ചെയ്ത് കളയാം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ കിട്ടിയത് ഒരു ഐസോസ്റ്റസ് ട്രപ്പീസിയമാണ് എന്ന് പറയാം. നെയിം ചെയ്യാം. ABCD is an isosceles trapezium. അടുത്ത ക്വസ്റ്റ്യൻ, draw an isosceles trapezium with side 6 centimeters and non-parallel sides 3 centimeters and angle between them 50 degree. അതായത് ഒരു ഐസോസ്റ്റസ് ട്രപ്പീസിയം വരയ്ക്കണം. ആ ഐസോസ്റ്റസ് ട്രപ്പീസിയത്തിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. നോൺ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഈ നോൺ പാരലൽ സൈഡും പാരലൽ സൈഡും കൂടി മേക്ക് ചെയ്ത ആംഗിളാണ് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഒരു ട്രപ്പീസിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. അതേപോലെ തന്നെ നോൺ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്നറിയാം അല്ലേ. ഇപ്പോൾ പാരലൽ സൈഡാണ് 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ദെൻ നോൺ പാരലൽ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും, കാരണം ഇതൊരു ഐസോസ്റ്റസ് ട്രപ്പീസിയമാണ്. ഇനി 3 സെൻറ്റിമീറ്ററിൻ്റെയും 6 സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് 50 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. സോ ഇവിടെ 50 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാം. നമുക്കറിയാം ഒരു ഐസോസ്റ്റസ് ട്രപ്പീസിയം ആണെങ്കിൽ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവും എന്നുള്ളത് അല്ലേ.
3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ഇത്. 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് ഇത്. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. സോ ഈ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ഡിഗ്രി ആണ് എന്നറിയാം. ഇത്രയും മെഷർമെൻറ്റ്സേ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സെക്കൻഡ് ആംഗിൾ നമ്മൾ എഴുതിയത് നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ് ഒരു ഐസോസ്റ്റെലസ് ട്രപ്പീസിയത്തിൽ. ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയിരിക്കും. സോ ഇത് 50 ഡിഗ്രി ആണ് എന്ന് തന്നതുകൊണ്ട് ഇത് 50 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇത്രയും മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഐസോസ്റ്റെലസ് ട്രപ്പീസിയം വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ദെൻ 3 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ്. സോ 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുകയാണ്. 3 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കാം. ദെൻ 50 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. സോ പ്രൊട്രാക്ടറിൽ 50 ഡിഗ്രി എടുക്കാം. റൈറ്റ് സൈഡിലാണ് ലൈൻ. സോ റൈറ്റ് സൈഡിലുള്ള 0 to 50 ഡിഗ്രി എടുക്കുന്നു. ദെൻ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതുവരെ നമ്മുടെ 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈനുള്ളൂ. ദെൻ ഇതാണ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ഇനി അടുത്തതായിട്ട് ഇവിടെയും 50 ഡിഗ്രി തന്നെയാണ്. സോ പ്രൊട്രാക്ടറിൽ 50 ഡിഗ്രി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ലൈൻ ഉള്ളത് ലെഫ്റ്റിലാണ്. സോ ലെഫ്റ്റിൽ നിന്നുള്ള 0 to 50 ഡിഗ്രി വരയ്ക്കുന്നു. ദെൻ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് സൈഡ് മെഷർമെൻറ്റ്. സോ 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തുകൊണ്ട് ആർക്ക് വരയ്ക്കാം. ദെൻ ഈ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ കിട്ടിയത് ഇവിടെ 3 സെൻറ്റിമീറ്ററും ഇവിടെ 50 ഡിഗ്രിയും ഇത് 50 ഡിഗ്രിയും വരുന്ന ആംഗിൾസാണ്. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രപ്പീസിയം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിന് പാരലലാക്കി എടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയ ലൈന്. ഓക്കെ, നെയിം ചെയ്യാം. എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി എന്ന ഐസോസ്റ്റെലസ് ട്രപ്പീസിയത്തിൽ പാരലൽ സൈഡ്സ് 6 സെൻറ്റിമീറ്റർ, നോൺ പാരലൽ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ, ആംഗിൾ ബിറ്റ്വീൻ ദം 50 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഐസോസ്റ്റെലസ് ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ നോൺ ഐസോസ്റ്റെലസ് ട്രപ്പീസിയം വിത്ത് പാരലൽ സൈഡ്സ് 7 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് നോൺ പാരലൽ സൈഡ്സ് 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 3 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഒരു നോൺ ഐസോസ്റ്റെലസ് ട്രപ്പീസിയമാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. നോൺ ഐസോസ്റ്റെലസ് ട്രപ്പീസിയത്തിൽ ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലലാണ് എന്ന് നമുക്കറിയാം. സോ ഈ രണ്ട് സൈഡ്സ് പാരലലാണ് എന്നുള്ളത് കൊണ്ട് 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും മെഷർമെൻറ്റ് എഴുതാം. ദെൻ നോൺ പാരലൽ സൈഡ്സ് 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമാണ്. സോ ഈ രണ്ട് ലെങ്ത്ത് 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും എന്ന് കൊടുക്കാം. നമ്മൾ പറഞ്ഞു ഒരു ഐസോസ്റ്റെലസ് ട്രപ്പീസിയം വരയ്ക്കാനായിട്ട് ഒരു ഐസോസ്റ്റെലസ് ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും കൂടി ചേർത്തുകൊണ്ട് നമുക്കൊരു ഐസോസ്റ്റെലസ് ട്രപ്പീസിയം മേക്ക് ചെയ്യാം എന്നുള്ളത്. ഇവിടെ നോൺ ഐസോസ്റ്റെലസ് ട്രപ്പീസിയമാണ്. അതുകൊണ്ട് ഒരു നോൺ ഐസോസ്റ്റെലസ് ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും കൂടി ചേർത്തുകൊണ്ട് ഒരു നോൺ ഐസോസ്റ്റെലസ് ട്രപ്പീസിയം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ് ഒരു ലൈൻ. 3 സെൻറ്റിമീറ്റർ ലൈൻ ഇവിടെ നിന്ന് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും ആയിരിക്കും. ഇവിടെ രണ്ട് ലെങ്ത്സ് നോക്കിയേ, 7 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത്താണ് നമുക്ക് 7 സെൻറ്റിമീറ്റർ ആയിട്ട് കിടക്കുന്നത്. ഇതിനെ രണ്ട് പോർഷൻസായി കട്ട് ചെയ്യാം. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും 5 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാം. സോ 2ഉം 5ഉമായി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാമും ഒരു ട്രയാങ്കിളുമാണ്. ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. പാരലലോഗ്രാമിൻ്റെ സൈഡ്സ് 5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ഈക്വലുമാണ് എന്നുള്ളത്.
ഒരു ട്രപ്പീസിയത്തിലും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ 5ഉം 5ഉം മാത്രം നമുക്ക് എടുത്താൽ മതിയാവും. ഇവിടെ റൈറ്റ് സൈഡിൽ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ലെഫ്റ്റിൽ നമ്മൾ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സൈഡ് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും അല്ലേ. ഇനി നമുക്ക് ഈ റഫ് ഫിഗറിനെ ഒന്ന് ഫെയർ ആക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു ട്രപ്പീസിയം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു റഫ് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ഇനി ഈ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് ഫെയർ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ 7 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് ബേസിലുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഒരു 7 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. 7 സെൻറ്റിമീറ്റർ ലൈനിനെ 2 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. സോ 2 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമായിട്ട് 7 സെൻറ്റിമീറ്റർ ലൈനിനെ കട്ട് ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സൈഡ് വരയ്ക്കണം. അതിനായിട്ട് കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഓക്കെ, 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ദെൻ അടുത്തായിട്ട് 3 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. സോ 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. നമ്മളൊരു ഐസോസ്ലസ് ട്രപ്പീസിയം വരച്ച അതേ ഫോമാറ്റിൽ തന്നെയാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഐസോസ്ലസ് ട്രപ്പീസിയം ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ കിട്ടുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദെൻ ജോയിൻ ചെയ്യാം. നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ടോപ്പിലുള്ള മെഷർമെൻറ്റ് 5 സെൻറ്റിമീറ്ററും റൈറ്റ് സൈഡിൽ 3 സെൻറ്റിമീറ്ററുമാണ്. സോ ഇവിടെ വെച്ചുകൊണ്ട് നമുക്കൊരു 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തുകൊണ്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് റൈറ്റ് സൈഡിൽ വരയ്ക്കാം. ദെൻ 5 സെൻറ്റിമീറ്ററാണ് ടോപ്പിൽ വരുന്നത്. അപ്പോൾ കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുക്കാം. ദെൻ 5 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ഓക്കെ, ദെൻ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടിയത് എന്താ? ഒരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നോക്കി പാരലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് നോക്കി പാരലല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമായിട്ട് വരുന്നുണ്ട്. 5 സെൻറ്റിമീറ്ററാണ്. ഇവിടെയും 5 സെൻറ്റിമീറ്റർ തന്നെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇവിടെയും 3 സെൻറ്റിമീറ്റർ തന്നെയാണ് ട്രയാങ്കിൾ വരയ്ക്കാനും എടുത്തത്. ദെൻ 4 സെൻറ്റിമീറ്ററാണ് ഫോർത്ത് സൈഡ്. 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഒരു ട്രയാങ്കിളും ഒരു പാരലലോഗ്രാമും കൂടി ചേർത്തുകൊണ്ട് നമുക്കൊരു നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം നമ്മൾ മേക്ക് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം വിത്ത് പാരലൽ സൈഡ്സ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് നോൺ പാരലൽ സൈഡ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി. അതായത് ഒരു നോൺ ഐസോസ്ലസ് ട്രപ്പീസിയമാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നോൺ ഐസോസ്ലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. ആ ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററുമാണ്. അതല്ലാതെ വരുന്ന 2 സൈഡ്സ് നോൺ പാരലലായിട്ട് വരുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അതിലൊന്ന് എന്ന് തന്നിട്ടുണ്ട്. ദെൻ പാരലലിൻ്റെയും നോൺ പാരലലിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിളാണ് 60 ഡിഗ്രി. ഓക്കെ, നമുക്കൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. ട്രപ്പീസിയം വരയ്ക്കുന്നു. ട്രപ്പീസിയത്തിൻ്റെ ഒരു സെറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. അത് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5ഉം 4ഉം എടുത്തുകൊണ്ട് വയ്ക്കാം. ദെൻ ഒരു സൈഡ് 3 സെൻറ്റിമീറ്ററാണ്. നോൺ പാരലലിൻ്റെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുന്നു. ആംഗിൾ ബിറ്റ്വീൻ ദം 60 ആണ്. സോ ഇത് 60 ഡിഗ്രി എന്ന് കൊടുക്കാം. നമുക്കറിയാം ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് എന്നുള്ളതിൻ്റെ അർത്ഥം നോൺ പാരലൽ സൈഡിൽ ഫോം ചെയ്യുന്ന 2 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്നുള്ളത്. ഒരു ട്രപ്പീസിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി, ഒരു നോൺ പാരലൽ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ നോൺ പാരലൽ സൈഡിൽ
ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കണം. അപ്പോൾ നോൺ പാരലൽ സൈഡ് ഇതാണെങ്കിൽ ഇതിൽ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾസ് 60 ഡിഗ്രി ആണ് ഒന്ന്, ഒരു ആംഗിൾ ഇതാണ്, ഇത് രണ്ടും കൂടി 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 120 ആയിരിക്കും. ശരിയല്ലേ? ഇത് അടുത്ത നോൺ പാരലൽ നമ്മൾ ഇതാണ് എടുക്കുന്നതെങ്കിൽ ഈ ആംഗിളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. ഇവിടെ നമുക്ക് ഇവിടെ 16 തന്നതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസ് എടുക്കാം. ഇവിടെ 60 ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ 120 ആയിരിക്കും. റീസൺ ഇതാണ്, നോൺ പാരലൽ സൈഡിൽ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇത് 60 തന്നു, അതുകൊണ്ട് ഇത് 120 ആണെന്ന് എഴുതി. ഓക്കെ, ഇത്രയും മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു നോൺ ഐസോസ്റ്റർ ട്രപ്പീസിയം വരയ്ക്കാം. അതിനായിട്ട് ആദ്യമായി 5 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുകയാണ്. ഫൈവ് സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. ദെൻ 60 ഡിഗ്രിയാണ് ആംഗിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊട്രാക്ടറിൽ നമുക്ക് 60 ഡിഗ്രി എടുക്കാം. 60 ഡിഗ്രി 0 to 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ദെൻ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൽ തന്നിരിക്കുന്ന സൈഡ് മെഷർമെൻറ്റ്. 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കാം. 3 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് അടുത്തതായി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടിയത് 3 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് 60 ഡിഗ്രി, ദെൻ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ അടുത്തതായി 120 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ പ്രൊട്രാക്ടറിൽ നമുക്ക് 120 ഡിഗ്രി എടുക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ലൈൻ ഉള്ളത്. സോ ഇവിടെ നിന്നുള്ള 0 to 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ 4 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി തന്നിരിക്കുന്ന മെഷർമെൻറ്റ്. സോ 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തുകൊണ്ടോ നമുക്ക് കിട്ടുന്ന ആർക്ക് ഇതാണ്. ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്. ശരിയല്ലേ? ഇനി ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ അഗെയിൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നോൺ ഐസോസ്റ്റസ് ട്രപ്പീസിയം ആയിരിക്കും. ഓക്കെ, ഇവിടെ നോൺ ഐസോസ്റ്റസ് ട്രപ്പീസിയത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണോ എന്ന് നോക്കൂ. അതെ, അതായത് നോൺ ഐസോസ്റ്റസ് ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ ആക്കി എടുത്തു. ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. നോൺ പാരലൽ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ നമുക്കൊരു ട്രപ്പീസിയം കൺസ്ട്രക്റ്റ് ചെയ്യാം. അടുത്ത സെക്ഷൻ ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിന് 4 സൈഡ്സും 4 ആംഗിൾസും ഉണ്ടെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ക്വാഡ്രിലാറ്ററൽസ് ഏതൊക്കെയാണ് എന്നും അവയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് സൈഡ് 6 സെൻറ്റിമീറ്റേഴ്സ് 5 സെൻറ്റിമീറ്റേഴ്സ് 4 സെൻറ്റിമീറ്റേഴ്സ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 5 സെൻറ്റിമീറ്റേഴ്സ് ഇസ് 70 ഡിഗ്രി. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സ് 6, 5, 4, 3 സെൻറ്റിമീറ്റേഴ്സാണ്. 6ൻ്റെയും 5ൻ്റെയും ഇടയിലായി വരുന്ന ആംഗിൾ 70 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് 4 സൈഡ്സും ഒരു ആംഗിളും തന്നിട്ടുണ്ട്. 5 മെഷർമെൻറ്റ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനായിട്ട് നമുക്ക് 5 മെഷർമെൻറ്റ്സ് മതിയാവും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് റഫ് ഫിഗർ വരച്ച് നോക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡ്സ് 6, 5, 4, 3 സെൻറ്റിമീറ്റേഴ്സാണ്. ഓക്കെ, ദെൻ 6 സെൻറ്റിമീറ്റേഴ്സിൻ്റെയും 5 സെൻറ്റിമീറ്റേഴ്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആദ്യമായി 6 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. ദെൻ 70 ഡിഗ്രിയാണ് ആംഗിൾ. സോ പ്രൊട്രാക്ടറിൽ
70 ഡിഗ്രി എടുക്കാം. 0 to 70 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ദെൻ 5 സെൻറ്റിമീറ്റർ ആണ് സൈഡ് മെഷർമെൻറ്റ്. 5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. ദെൻ ആംഗിൾ വരയ്ക്കുകയാണ്. മീറ്റ് ചെയ്ത ഈ പോയിൻറ്റിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയത് ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, ഈ ആംഗിൾ 70 ഡിഗ്രിയാണ്. ദെൻ 4 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി നമുക്ക് വരയ്ക്കേണ്ട സൈഡ്. 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുന്നു. 4 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. ദെൻ 3 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി നമുക്ക് വരയ്ക്കേണ്ട ലൈൻ. സോ 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തതിന് ശേഷം ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകളും തമ്മിൽ മീറ്റ് ചെയ്ത ഈ പോയിൻറ്റിനെ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. നെയിം ചെയ്യാം PQRS. PQRS ക്വാഡ്രിലാറ്ററൽ sides 6 cm, 5 cm, 4 cm and 3 cm. Then angle 70 degree. Okay. அடுத்த question. Draw a quadrilateral with sides 6 cm, 4 cm, 2 cm, 3 cm and one diagonal 5 cm. അതായത് 6ഉം 4ഉം 2ഉം 3ഉം സൈഡായി വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്റ്റ് ചെയ്യണം. ആ ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിന് 2 ഡയഗണൽസ് ഉണ്ട് എന്നുള്ളത്. ആ 2 ഡയഗണൽ, ഒരു ഡയഗണൽ ലെങ്ത് ആണ് 5 സെൻറ്റിമീറ്റർ. ആദ്യമായി നമുക്കൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. ക്വാഡ്രിലാറ്റർ ഉണ്ട്. ദെൻ ക്വാഡ്രിലാറ്ററിൻ്റെ 4 സൈഡ്സ് എന്ന് പറയുന്നത് 6ഉം 4ഉം 2ഉം 3യുമാണ്. ദെൻ ഒരു ഡയഗണൽ 5 സെൻറ്റിമീറ്റർ ആണ്. സോ രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഡയഗണൽ വരച്ചു 5 സെൻറ്റിമീറ്റർ. ദെൻ ഫിഗർ എങ്ങനെയുണ്ട് നോക്കാം. 6 സെൻറ്റിമീറ്ററിൻ്റെ ലൈനാണ് നമ്മൾ ആദ്യമായി വരയ്ക്കുന്നത്. 6 സെൻറ്റിമീറ്റർ. ഓക്കെ. ദെൻ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ദെൻ 4 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി നമ്മൾ വരയ്ക്കേണ്ട സൈഡ്. 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കാം. 4 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കണം. ദെൻ ഇവിടെ നിന്ന് തന്നെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഡയഗണലുണ്ട്. അതിനായിട്ട് 5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുകയാണ്. ഫൈവ് സെൻറ്റിമീറ്റർ ആർക്ക് വരച്ചു. ദെൻ 3 സെൻറ്റിമീറ്റർ ആണ് അടുത്തതായി വരുന്ന സൈഡ്. 3 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുന്നു. സോ 3 സെൻറ്റിമീറ്റർ ആർക്ക് നമുക്ക് മീറ്റ് ചെയ്തതായിട്ട് കാണാം. 5 സെൻറ്റിമീറ്റർ ഡയഗണലും 3 സെൻറ്റിമീറ്റർ സൈഡും തമ്മിലാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിളാണ്. ശരിയല്ലേ? ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ദെൻ 4 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് ഇവിടെ നിന്നുള്ള 2 സെൻറ്റിമീറ്ററിൻ്റെ ആർക്കാണ്. അതിനായിട്ട് 2 സെൻറ്റിമീറ്റർ കോമ്പസിലെടുക്കുകയാണ്. 2 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. ഇവിടെ നിന്നുകൊണ്ടാണ് 2 സെൻറ്റിമീറ്റർ നമ്മൾ വരയ്ക്കുന്നത്. സോ ഈ പോയിന്റിൽ നിന്ന് 2 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം. ഈ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ കിട്ടിയത് 4 സെൻറ്റിമീറ്റർ സൈഡും ദെൻ 2 സെൻറ്റിമീറ്റർ സൈഡുമാണ്. അതായത് ക്വാഡ്രിലാറ്ററൽ PQRS
PQ equal to 2 centimeter, QR is equal to 3 centimeter, SR is equal to 6 centimeter, then PS is equal to 4 centimeter, and one diagonal SQ is equal to 5 centimeter. Okay, clear idea? Okay, thank you.